ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് LSS എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. എല്ലാ വിഷയങ്ങളിലെയും മോഡൽ ക്വസ്റ്റ്യൻസ്, മാതൃകാ ചോദ്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. സോ നമുക്ക് ആദ്യം മലയാളം വിഷയം നോക്കാം. ആദ്യത്തെ ചോദ്യം, അക്കിത്തം അച്യുതൻ നമ്പൂതിരി അന്തരിച്ചത് എന്നാണ്? ഇവിടെ നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 2018 ഒക്ടോബർ 15, 2019 ഒക്ടോബർ 15, 2020 ഒക്ടോബർ 15, 2021 ഒക്ടോബർ 15. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയെ നമ്മൾ ഒരുപാട് ചോദ്യങ്ങളിൽ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. ജ്ഞാനപീഠ പുരസ്കാര ജേതാവായിരുന്നു അല്ലേ? മലയാള സാഹിത്യത്തിലെ മഹാനായ കവിയാണ്. അദ്ദേഹം അന്തരിച്ചത് ഒക്ടോബർ 15, 2020 ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, സൈക്കിൾ ചവിട്ടാൻ എന്ന കവിതയിൽ ആരെയാണ് പയ്യൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ആബിദയെ, ബി കൃഷ്ണനെ, സി ചന്ദ്രനെ, ഓപ്ഷൻ ഡി മൈക്കിൾ ചേട്ടനെ. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി കൃഷ്ണനെയാണ്. സൈക്കിൾ ചവിട്ടാൻ എന്ന കവിത എഴുതപ്പെട്ടിരിക്കുന്നത് ഒരു കുട്ടിയുടെ, അതായത് കൃഷ്ണന്റെ അനുഭവങ്ങളിലൂടെയാണ്. കവിതയിൽ പയ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത് കവിയെയല്ല, മറിച്ച് സൈക്കിൾ ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞായ കൃഷ്ണനെയാണ്. സൈക്കിൾ ചവിട്ടാൻ പഠിക്കുമ്പോൾ കുട്ടിക്കുണ്ടാകുന്ന ഭയം, ആകാംക്ഷ, സന്തോഷം, ആവേശം ഇവയെല്ലാം കൃഷ്ണന്റെ മനസ്സിലൂടെ അവതരിപ്പിക്കുകയാണ്. അതിനാൽ കവിതയിൽ പയ്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന കഥാപാത്രം കൃഷ്ണനാണ്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ചോദ്യം, വിഷ്ണുപ്രസാദിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതി ഏത്? ഓപ്ഷൻ എ പൂക്കളുടെ ഭാഷ, ബി ചിറകുള്ള ബസ്, സി കാളം പ്ലസ് പ്രാന്തി, ഡി നട്ടുച്ചകളുടെ പാട്ട്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ചിറകുള്ള ബസ്സാണ്. കുട്ടികൾക്കായി എഴുതിയ മികച്ച സാഹിത്യ കൃതിയായതിനാലാണ് ഈ ഒരു കൃതിക്ക് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. സോ പഠിച്ചു വെക്കുക, വിഷ്ണുപ്രസാദിൻ്റെ ചിറകുള്ള ബസ്സിനാണ് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. അടുത്ത നാലാമത്തെ ചോദ്യം, കൃഷ്ണഗാഥ ഏത് തരം കാവ്യമാണ്? ഓപ്ഷൻ എ കിളിപ്പാട്ട്, ബി ഗാഥ, സി തുള്ളൽ, ഡി വഞ്ചിപ്പാട്ട്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി വഞ്ചിപ്പാട്ടാണ്. കൃഷ്ണഗാഥ ആരാണ് രചിച്ചത് നിങ്ങൾക്കറിയാമോ? ചെറുശ്ശേരി നമ്പൂതിരിയാണ് രചിച്ചിട്ടുള്ളത്. ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് വഞ്ചിപ്പാട്ട് വൃത്തത്തിലാണ്. സോ നമുക്ക് ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി വഞ്ചിപ്പാട്ട് എന്നാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അഞ്ചാമത്തത്, ലൂയി പാസ്റ്റർ എന്തിൻ്റെ ഉപജ്ഞാതാവാണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ഊട്ടി തീവണ്ടി, ബി പേ വിഷബാധ കള്ള വാക്സിൻ, സി ഗ്രാമർ പുസ്തകം, ഡി കവിതകൾ. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി പേ വിഷബാധ കള്ള വാക്സിൻ ആണ്. ലൂയി പാസ്റ്റർ ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം പേ വിഷബാധയ്ക്കുള്ള വാക്സിൻ കണ്ടെത്തിയിട്ടുണ്ട്. സോ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് ആറാമത്തെ ചോദ്യം നോക്കാം. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്നത് ആരുടെ കവിതാ സമാഹാരമാണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ വിഷ്ണുപ്രസാദ്, ബി അക്കിത്തം, സി പി രാമചന്ദ്രൻ, ഡി വൈലോപ്പിള്ളി. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി അക്കിത്തം ആണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ പ്രശസ്തമായ കവിതാ സമാഹാരമാണിത്. ഓക്കെ, ഏഴാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ചന്ദ്രൻ എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏതെന്നാണ്? ഓപ്ഷൻ എ തിങ്കൾ, ബി അമ്പിളി, സി ഭാസ്കരൻ, ഡി നിശാകരൻ. ഇവിടെ നമുക്ക് പര്യായമല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായിട്ടുള്ള ഉത്തരം ഭാസ്കരനാണ്. മറ്റുള്ള പദങ്ങളുടെ എല്ലാം അർത്ഥം വരുന്നത് ചന്ദ്രൻ എന്നാണ്. ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. ഇവിടെ ഓപ്ഷൻ സി ഭാസ്കരനാണ് കറക്റ്റ് ആൻസർ. എട്ടാമത്തെ ചോദ്യം, പൈതൃക പട്ടിക എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ യാത്രക്കാരുടെ ലിസ്റ്റ്, ബി പൈതൃകമായി സംരക്ഷിക്കപ്പെടേണ്ടവയുടെ പട്ടിക, സി പുതിയ സ്ഥലങ്ങളുടെ പേര്,
ഡി ഭക്ഷണ സാധനങ്ങളുടെ പട്ടിക. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം പൈതൃകമായി സംരക്ഷിക്കപ്പെടേണ്ടവയുടെ പട്ടിക ഓപ്ഷൻ ബി ആണ്. ചരിത്രപരമായും സാംസ്കാരികമായും സംരക്ഷിക്കേണ്ട സ്ഥലങ്ങൾ, വസ്തുക്കൾ, കെട്ടിടങ്ങൾ എന്നിവയുടെ പട്ടികയാണ് പൈതൃക പട്ടിക എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നമ്മുടെ മലയാളം വിഷയത്തിലെ ചോദ്യങ്ങൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സബ്ജക്റ്റ് ഇംഗ്ലീഷിലത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് വേർഡ് ഈസ് സ്പെൽഡ് കറക്റ്റ്ലി? നിങ്ങൾക്ക് ബ്രേവറി എന്ന വേർഡ് ഡിഫറെൻറ്റ് സ്പെല്ലിങ്ങിലാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ ഏത് ഓപ്ഷൻസിൽ പറഞ്ഞിട്ടുള്ളതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ബ്രേവറി കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് കൊടുത്തിട്ടുള്ളത്. ബ്രേവറി എന്ന് പറഞ്ഞാൽ ധൈര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദിൽന റിമെമ്പേർഡ് ദ ഗെയിം. വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് റിമെമ്പേർഡ്? ദിൽന കളിയെ കുറിച്ച് ഓർത്തു എന്നാണ്. റിമെമ്പേർഡ് എന്ന പദത്തിൻ്റെ എന്ന വേർഡിൻ്റെ അർത്ഥം വരുന്നത് ഓർക്കുക എന്നാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്, വിപരീത പദമാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ ഫോർഗോട്ട്, ബി ടീച്ച്, സി കോൾ, ഡി റിപ്പീറ്റ്. ഫോർഗോട്ട് എന്ന് പറഞ്ഞാൽ മറക്കുക, ടീച്ച് പഠിപ്പിക്കുക, കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക, റിപ്പീറ്റ് ആവർത്തിക്കുക. ഇവിടെ റിമെമ്പേർഡിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ഓർക്കുക എന്നതിൻ്റെ വിപരീതം മറക്കുക എന്നതല്ലേ? അതായത് ഓപ്ഷൻ എ ഫോർഗോട്ടാണ് ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻറ്റോണിം ഓഫ് സൂൺ. ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ഒരു ഓപ്പോസിറ്റ് വേർഡ്, മറുവശം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഒരു ഓപ്പോസിറ്റ് വിപരീത പദം തന്നെയാണ്. ഇവിടെ സൂൺ എന്ന വേർഡിൻ്റെ ആൻറ്റോണിമാണ് നമ്മൾ എഴുതേണ്ടത്. സൂൺ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന്, വേഗം, ഉടനെ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഇതിൻ്റെ ആൻറ്റോണിമാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ലേറ്റർ എന്നാണ്. ലേറ്റർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പിന്നീട് എന്നാണ്. ബി വേസ്റ്റ്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ മോശമായത്. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലത്. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡിൽ, അതായത് വേഗത്തിൽ എന്നൊക്കെ. ഇവിടെ സൂണിൻ്റെ ആൻറ്റോണിമാണ് ചോദിച്ചത്, വിപരീതമാണ്. സൂൺ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന്, ഉടനെ ചെയ്യുക എന്നുള്ളതാണല്ലോ. ലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നീട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. സോ ഇവിടെ ആൻറ്റോണിം ഓഫ് സൂൺ എന്ന് വരുന്നത് ഓപ്ഷൻ എ ലേറ്റർ ആണ്. അടുത്തത് 14ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റിയലൈസ്? റിയലൈസ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. റിയലൈസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, തിരിച്ചറിയുക എന്നൊക്കെയാണ്. ഇവിടെ ഓപ്ഷൻസ് വായിക്കാം. ടു സീ ഓർ നോട്ടീസ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തെ കാണുക. ടു അണ്ടർസ്റ്റാൻഡ് എ സിറ്റുവേഷൻ, ഒരു സാഹചര്യത്തെ മനസ്സിലാക്കുക. ടു എഗ്രി, സമ്മതിക്കുക. ടു കം ലിവ്, വന്ന് താമസിക്കുക. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ടു അണ്ടർസ്റ്റാൻഡ് എ സിറ്റുവേഷൻ, ഓപ്ഷൻ ബി ആണ്. ഒരു കാര്യത്തെ, ഒരു സാഹചര്യത്തെ മനസ്സിലാക്കുക, അതാണ് റിയലൈസിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്? ഏതാണ് താഴെ തന്നതിൽ ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ താഴെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ചില ഓപ്ഷൻസിൽ തെറ്റിച്ചായിട്ടാണ് തന്നിട്ടുള്ളത്. ഏതാണ് കറക്റ്റ് ആൻസർ, കറക്റ്റ് സെൻറ്റൻസ് ആയിട്ടുള്ളതാണ്? നമുക്കറിയാം ഒരു സെൻറ്റൻസിന് ഒരു കറക്റ്റ് ഓർഡർ ഉണ്ട് അല്ലേ? കറക്റ്റ് ഒരു ഓർഡറിലായിരിക്കണം. ആ ഒരു സെൻറ്റൻസിന് കറക്റ്റ് ആയിട്ടുള്ളൊരു അർത്ഥവും ഒരു മീനിങ്ങും ഉണ്ടായിരിക്കണം. നമുക്ക് ഓപ്ഷൻ എ നോക്കാം. ഓപ്ഷൻ എയിൽ വോർ ഷീ എ റെഡ് ദുപ്പട്ട എന്നാണ് തന്നിട്ടുള്ളത്. ഇവിടെ തെറ്റാണ്. ഇവിടെ ഒരു ഓർഡറിലല്ല തന്നിട്ടുള്ളത്. ആദ്യം ഇവിടെ സബ്ജക്റ്റ് ആയിരിക്കണം, പിന്നെ വെർബ് ആയിരിക്കണം. അതായത് ഇവിടെ ശരിയായിട്ടുള്ള ഈ ഒരു സെൻറ്റൻസിൻ്റെത് ശരി എന്താണ് വരിക? ഷീ വോർ എ റെഡ് ദുപ്പട്ട എന്നാണ് വരിക. സോ ഇവിടെ ഓപ്ഷൻ എ തെറ്റാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. സ്റ്റാർട്ടഡ് ദീദി എവരി കമ്മിങ് ഡേ എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് വായിച്ചാൽ അറിയാം, ഇവിടെ ഈ ഒരു സെൻറ്റൻസും കറക്റ്റ് ആയിട്ടുള്ളൊരു ഓർഡറിലല്ല. നമുക്ക് ഇവിടെ ഒരു മീനിങ് കിട്ടുന്നില്ല. ഇവിടെ ആദ്യം സബ്ജക്റ്റ് എഴുതണം, പിന്നെ വെർബ് എഴുതണം അല്ലേ? ഇവിടെ ശരിയായിട്ടുള്ള സെൻറ്റൻസ് വരിക ദീദി സ്റ്റാർട്ടഡ് കമ്മിങ് എവരി ഡേ എന്നാണ് ഇവിടെ ശരിയായിട്ടുള്ള സെൻറ്റൻസ് വരിക. സോ ഇവിടെയും തെറ്റാണ്. ഇനി ഓപ്ഷൻ സി നോക്കിക്കേ. ദീദീസ് അഡ്രസ് വാസ് ഇൻ ദി ബുക്ക്. ഇവിടെ ശരിയാണ് അല്ലേ? കറക്റ്റ് ഒരു ഓർഡറിലാണ്, സബ്ജക്റ്റ് വെർബ് എന്നുള്ള ഒരു ഓർഡറിലാണ്. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു മീനിങ്ങും കിട്ടുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്.
നമുക്ക് ഓപ്ഷൻ ഡി കൂടി നോക്കാം. ലുക്ക്ഡ് ദീദി വെരി ഇൽ എന്നാണ്. ഇത് തെറ്റാണ്. ഇവിടെ ശരിയായിട്ട് വരുക ദീദി ലുക്ക്ഡ് വെരി ഇൽ എന്നാണ്. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സിയിലെ സെൻറ്റൻസ് ആണ് ശരിയായ രീതിയിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം ഇവിടെ നിങ്ങൾക്കൊരു ഡാഷ് തന്നിട്ടുണ്ട്, ഫില്ല് ചെയ്യാനാണ്. ദ റാബിറ്റ് ഹോപ്പ്ഡ് ഡാഷ് ദ ഫെൻസ് എന്നാണ്. റാബിറ്റ് മുയൽ ഹോപ്പ്ഡ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് ചാടുന്നതിനാണ് ഹോപ്പ്ഡ് എന്ന് പറയുന്നത്. ഡാഷ് ദ ഫെൻസ്, ഫെൻസ് എന്ന് പറഞ്ഞാൽ കമ്പി വേലി. അപ്പോൾ റാബിറ്റ് ചെറുതായിട്ടൊന്ന് കമ്പി വേലി ചാടി എന്നാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓവർ ദി ഫെൻസ് ആണോ, ബിറ്റ്വീൻ, ഇൻ ഫ്രണ്ട് ഓഫ്, എബോവ് എന്നാണോ? ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓവർ ദി ഫെൻസ് ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ബിറ്റ്വീൻ നമ്മൾ ഉപയോഗിക്കുക രണ്ടിൻ്റെയും ഇടയിൽ, മിഡിൽ എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇൻ ഫ്രണ്ട് ഓഫ് എന്നും അല്ല, എബോവ് അല്ല. എബോവ് ഒരു പൊസിഷൻ്റെ മുകളിലാണെങ്കിലൊക്കെയാണ് എബോവ് ഉപയോഗിക്കുക. ഇവിടെ നമുക്ക് ശരിയായ ഉത്തരം വരുന്നത് ഓവർ ആണ്. ഞാൻ ഓവർ, അണ്ടർ, ഓണൊക്കെ എവിടെയാണ് കറക്റ്റായിട്ട് വരിക എന്നത് ഒരു വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ ഇതേപോലത്തെ വേർഡ്സ് ചോദിച്ചേക്കാം. സോ അതിൻ്റെ ലിങ്ക് വേണ്ടവർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് ചോദിച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ നിങ്ങൾക്ക് ക്ലച്ച് എന്നൊരു വേർഡ് തന്നിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റായിട്ടുള്ള മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ ഹോൾഡ്, ബി ടൈറ്റ്, സി ത്രോ, ഡി ക്യാച്ച്. ക്ലച്ച് എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. സോ ഇവിടെ ഓപ്ഷൻ എ ഹോൾഡ്, ഹോൾഡ് എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നാണ്. സോ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഹോൾഡ് കറക്റ്റ് ആൻസർ ആണ്. നമുക്ക് മറ്റുള്ള വേർഡ്സിൻ്റെ അർത്ഥം കൂടി നോക്കാം. ബി ടൈറ്റ്, ടൈറ്റ് എന്ന് പറഞ്ഞാൽ കർശനമായിട്ട്, നമ്മൾ ടൈറ്റ് ആയിട്ട് എന്ന് പറയില്ലേ, സോ ടൈറ്റ്. സി എന്ന് പറഞ്ഞാൽ ത്രോ, സി ത്രോ ആണ്. ത്രോ എന്ന് പറഞ്ഞാൽ എറിയുക. ഡി ക്യാച്ച്, ക്യാച്ച് എന്ന് പറഞ്ഞാലും പിടിക്കുകയാണ്. പക്ഷേങ്കിൽ കേച്ചും ക്ലച്ചും തമ്മിലുള്ള വ്യത്യാസം, കേച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു സാധനം എറിഞ്ഞു തരികയാണ്, അതായത് ഒരു അനങ്ങുന്ന, ഒരു ചലിക്കുന്ന ഒരു വസ്തുവിനെ പിടിക്കുന്നതാണ് കേച്ച്. അതായത് ഒരു ബോൾ എറിഞ്ഞു തരിക, അപ്പോൾ നിങ്ങൾ പിടിക്കുക, അല്ലെങ്കിൽ ഒരു പെൻ എറിഞ്ഞു തരിക, പിടിക്കുക, അതാണ് കേച്ച് എന്ന് പറയുന്നത്. ക്ലച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരു സാധനത്തെ നിങ്ങൾ പിടിക്കുന്നതിനാണ് ക്ലച്ച് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. സോ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഹോൾഡ് ആണ്. ക്ലച്ചും ഹോൾഡും സെയിം മീനിങ് ആണ്. എന്താണ്? പിടിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഓഡ് വൺ ഔട്ട്. താഴെ തന്നതിൽ ഓഡ് വൺ കാണാനാണ്. ഓപ്ഷൻസ് റഷ്, ബി ഫാസ്റ്റ്, സി ജെന്റ്ലി, ഡി സ്വിഫ്റ്റ്. ഒറ്റപ്പെട്ട വാക്ക് ഏതാണെന്നാണല്ലോ ചോദ്യം. റഷ് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, ജെന്റ്ലി എന്ന് പറഞ്ഞാൽ പതുക്കെ, സാവധാനം, മല്ലെ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഡി സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വേഗത്തിലാണ്. സോ ഇവിടെ ഒറ്റപ്പെട്ടത് ഓപ്ഷൻ സി ജെന്റ്ലി, പതുക്കെ എന്നുള്ളതാണ്. മറ്റുള്ള 3 വേർഡ്സിൻ്റെയും അർത്ഥം വരുന്നത് സ്പീഡിൽ, വേഗത്തിൽ എന്നതാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർവൈവ്. സർവൈവിൻ്റെ മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. എ ജെന്റിൽ വിൻഡ്, മോഡറേറ്റ് ഹീറ്റ്, മൂവിങ് ലൈറ്റ്ലി, ടു കണ്ടിന്യൂ ടു ലിവ്. സർവൈവ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുക, ജീവൻ നിലനിർത്തുക എന്നതൊക്കെയാണ്. ഇവിടെ സർവൈവിൻ്റെ മീനിങ് വരുന്ന മറ്റേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ ജെന്റിൽ വിൻഡ് എന്ന് പറഞ്ഞാൽ പതുക്കെയുള്ളൊരു കാറ്റ് എന്നാണല്ലോ. മോഡറേറ്റ് ഹീറ്റ് എന്നും പറഞ്ഞാൽ ചെറുതായിട്ടുള്ള ഒരു ചൂട്. മൂവിങ് ലൈറ്റ്ലി എന്ന് പറഞ്ഞാൽ മല്ലനെ അനങ്ങുക. ഇതൊന്നും സർവൈവിൻ്റെ മീനിങ് അല്ല, അർത്ഥമല്ല വരുന്നത്. ടു കണ്ടിന്യൂ ടു ലിവ് അല്ലേ, അതെന്താണ്? ജീവിച്ചിരിക്കുക എന്നതാണ് അർത്ഥം വരുന്നത്. സർവൈവിൻ്റെത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, സർവൈവ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുക, ജീവൻ നിലനിർത്തുക എന്നതാണ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഹാർമണി ഈസ് ആൻറ്റോണിം ഓഫ്. ആൻറ്റോണിം എന്നുള്ള വാക്ക് നമ്മൾ തൊട്ട് മുൻപേ ഉള്ള ചോദ്യത്തിൽ പഠിച്ചിട്ടുണ്ട്. ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ വിപരീത പദമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഓപ്പോസിറ്റ് വേർഡ്. ഹാർമണി എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനം, ഐക്യം, ഒത്തൊരുമ എന്നതാണ്. ഇതിൻ്റെ വിപരീതം, ഒത്തൊരുമയുടെ വിപരീതമാണ്, സമാധാനത്തിൻ്റെ വിപരീതമാണ് ഇവിടെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ കലഹം, സംഘർഷം എന്നൊക്കെയാണ്, പ്രശ്നങ്ങളാണ് അല്ലേ. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ കലഹങ്ങൾ. ഇത് സമാധാനത്തിൻ്റെ വിപരീത പദമല്ലേ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്.
സോ ഇവിടെ കോൺഫ്ലിക്റ്റ് ശരിയായിട്ടുള്ള ഉത്തരമാണ്. നമുക്ക് മറ്റു ഓപ്ഷൻസ് കൂടി നോക്കാം. പീസ് എന്ന് പറഞ്ഞാൽ സമാധാനമാണ്, അത് ഹാർമണിയുടെ കറക്റ്റ് അർത്ഥം, സെയിം അർത്ഥം തന്നെയാണ് വരുന്നത്. യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒത്തൊരുമയാണ്, അതും ഇതിൻ്റെ തന്നെ അർത്ഥമാണ് വരുന്നത്. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ സമ്മതം, ഒത്തുതീർപ്പ് എന്നതൊക്കെയാണ് അർത്ഥം വരുന്നത്. സോ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം കോൺഫ്ലിക്റ്റ് തന്നെയാണ്. ഹാർമണി എന്ന് പറഞ്ഞാൽ സമാധാനം, ഒത്തൊരുമയൊക്കെ ആയിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് സംഘർഷം, കലഹങ്ങൾ, പ്രശ്നങ്ങൾ എന്നാണ്. കോൺഫ്ലിക്റ്റ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സോ ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഗണിതം നോക്കാം. ഗണിതത്തിലത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തവയിൽ ഒറ്റയാൻ ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1000, 9999, ബി 100, 999, സി 2500, 3499. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എയിൽ 4 അക്ക സംഖ്യകളാണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻ സിയിലും 4 അക്ക സംഖ്യകളാണല്ലോ തന്നിട്ടുള്ളത്. എന്നാൽ ബിയിൽ 3 അക്ക സംഖ്യകളാണ് തന്നിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി ആണ് ഒറ്റയാൻ. ഇനി 22ാമത്തെ ചോദ്യം. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യയും ഏറ്റവും വലിയ 4 അക്ക സംഖ്യയും തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏത്? അതിന് ആദ്യം നമുക്ക് ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ എന്ന് പറയുന്നത് 100 ആണല്ലോ. ഏറ്റവും വലിയ 4 അക്ക സംഖ്യ എന്ന് പറയുന്നത് 9999 ആണ്. ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9999 കൂട്ടണം 100, ഉത്തരം കിട്ടുന്നത് 10099 ആണ് അല്ലേ. സോ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്തത് 23ാമത്തെ ചോദ്യം. നിങ്ങൾക്ക് LSS പരീക്ഷയിൽ മിക്കവാറും ചോദിച്ചേക്കാവുന്നതാണ് റോമൻ സംഖ്യയിൽ എഴുതാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ റോമൻ സംഖ്യയിൽ നമുക്ക് എങ്ങനെ എഴുതാം എന്നുള്ളത് എളുപ്പത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണ്ടിയവർ കമൻറ്റ് ബോക്സിൽ റോമൻ സംഖ്യയുടെ ലിങ്ക് അയക്കാൻ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയിട്ട് LSS മാത്സ് എന്നുള്ള നോക്കിയാൽ കാണാവുന്നതാണ്. സോ നമുക്കിവിടെ ചോദ്യം നോക്കാം. 2026 റോമൻ അക്കത്തിൽ എഴുതിയാൽ. റോമൻ സംഖ്യയിൽ എഴുതാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു ലെറ്റേഴ്സ് ഏതൊക്കെ നമ്പേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഈ ഒരു കാര്യങ്ങളും ഇതിന് കുറച്ച് റൂൾസ്, നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് പറയാം. ഇവിടെ നമുക്ക് 2026 ആണല്ലോ വേണ്ടത്. ഇതെങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നതാണ്. ഇവിടെ നമുക്ക് 2026 2000 ഉണ്ട്. സോ നമുക്ക് 2 പ്രാവശ്യം MM എന്ന് എഴുതാം. പിന്നെ 20 എന്ന് പറയുന്നത് 10 ആണല്ലോ, 2 10 ആണ് 20. സോ നമുക്ക് XX എന്ന് എഴുതാം. സോ 2020 എന്നായി. ഇനി നമുക്ക് 6 കൂടി വേണം. ഇതിന് V എന്ന് ഉദ്ദേശിക്കുന്നത് 5 ആണ്. സോ 5 ആയി. 6ന് I കൂടി എഴുതാം, 1 ആയി. സോ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് MMXXVI എന്നുള്ളതാണ്. സോ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. അടുത്തത് 24ാമത്തെ ചോദ്യം. ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ 25ാമത്തെ കുട്ടിയുടെ നമ്പർ 4325 ആണ് എങ്കിൽ 1ാമത്തെ കുട്ടിയുടെ നമ്പർ എത്ര? ഇവിടെ 25ാമത്തെ കുട്ടിയുടെ നമ്പർ 4325 ആണെന്ന് തന്നിട്ടുണ്ട്. ഓരോ കുട്ടിയുടെ നമ്പറും തുടർച്ചയായിട്ട് ഒന്നിങ്ങനെ വർദ്ധിച്ചു വരികയാണല്ലോ. അതായത് 1ാമത്തെ കുട്ടിയുടെ നമ്പർ 1 ആണെങ്കിൽ 2ാമത്തേത് 2 ആയിരിക്കും, 3ാമത്തെ കുട്ടിയുടേത് 3, അങ്ങനെ ഓരോന്നാണ് വർദ്ധിച്ചു വരുന്നുണ്ടാവുക. ഇവിടെ 25ാമത്തെ കുട്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് 4325 ആണ്. ഇവിടെ 25ാമത്തെ കുട്ടിയുടെ പിറകിലായിട്ട് 24 കുട്ടികളാണ് ഉണ്ടാവുക. സോ 1ാമത്തെ കുട്ടിയുടെ നമ്പർ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് 4325 നിന്നും 24 കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് 4301 എന്നാണ് ഉത്തരം കിട്ടുക. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ 4301 ആണ്. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തുടർച്ചയായ 2 എണ്ണൽ സംഖ്യകളുടെ തുകയാകാൻ സാധ്യതയുള്ള സംഖ്യ ഏത്? നമുക്ക് തുടർച്ചയായ സംഖ്യകളെ ഇങ്ങനെ എടുക്കാം. n എന്നും n+1 എന്നും എടുക്കാം. ആദ്യത്തെ സംഖ്യ n ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ n+1 ആയിരിക്കുമല്ലോ. സോ അവയുടെ തുക എന്ന് പറയുന്നത് n+n
n+1 ആണല്ലോ, അതായത് 2n+1 എന്ന് കിട്ടും. 2n+1 എന്നുള്ളത് എപ്പോഴും ഒരു ഒറ്റ സംഖ്യയായിരിക്കും. നിങ്ങൾക്ക് ഏതൊരു സംഖ്യ എടുത്തു നോക്കിയാലും നിങ്ങൾക്കത് ഒറ്റ സംഖ്യയായിട്ടാണ് കിട്ടുന്നത്. സോ തുക എന്ന് പറയുന്നത് തുടർച്ചയായ രണ്ട് സംഖ്യയുടെ തുക എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയായിട്ടാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണ് ഒറ്റ സംഖ്യ തന്നിട്ടുള്ളത്? 570 ഒരു ഇരട്ട സംഖ്യയാണ്, 573 ഒറ്റ സംഖ്യയാണ്, 572 ഇരട്ട സംഖ്യയാണ്, 574 ഇരട്ട സംഖ്യയാണ്. ഇവിടെ ഒറ്റ സംഖ്യ ആയിട്ടുള്ളത് ഓപ്ഷൻ ബി 573 ആണ്. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. തുടർച്ചയായ രണ്ട് എണ്ണൽ സംഖ്യയുടെ തുക എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ് വരിക. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഉത്തരം കണ്ടെത്തിയത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രസ്താവനയിൽ നിന്നും ശരിയായത് കണ്ടെത്തുക. 1. എല്ലാ ചതുരങ്ങളും സമചതുരമാണ്. രണ്ടാമത്തത് എല്ലാ സമചതുരങ്ങളും ചതുരങ്ങളാണ്. മൂന്നാമത്തത് ചതുരത്തിൻ്റെയും സമചതുരത്തിൻ്റെയും എതിർവശങ്ങൾ തുല്യമാണ്. ഇവിടെ രണ്ടാമത്തതും മൂന്നാമത്തതും ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. എല്ലാ സമചതുരങ്ങളും ചതുരങ്ങളാണ്. ചതുരത്തിൻ്റെയും സമചതുരത്തിൻ്റെയും എതിർവശങ്ങൾ തുല്യമായിരിക്കും. ഒരു അബാക്കസിൽ ഒറ്റ, 10, 100 എന്നിവയുടെ സ്ഥാനത്ത് 9 വീതം മുത്തുകൾ ഉണ്ട്. ഈ സംഖ്യയിൽ 1 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യയെ ക്രമീകരിക്കാൻ എത്ര മുത്തുകൾ വേണം? ഒറ്റ, 10, 100 എന്നീ സ്ഥാനങ്ങളിൽ 9 വീതം മുത്തുകളാണല്ലോ. സോ നമ്മുടെ കയ്യിലുള്ള സംഖ്യ എന്ന് പറയുന്നത് 999 ആണ്. ഇതിലേക്ക് 1 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത് 1000 ആണ്. 999 കൂട്ടണം 1 1000 ആണല്ലോ. സോ നമുക്ക് അബാക്കസിൽ 1000 ആണ് ആക്കേണ്ടത്. 1000 ആക്കാൻ നമ്മൾ 1000 സ്ഥാനത്തിൽ ഒരു മുത്ത് ചേർത്താൽ മതി. 1000ൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് കൂടി ചേർക്കുക. ഒറ്റ, 10, 100 എന്നീ സ്ഥാനങ്ങളിൽ ഒറ്റ മുത്തുകളുടെയും ആവശ്യമില്ല, 0 ആണ്. സോ ഇവിടെ നമുക്ക് 1000 കിട്ടാൻ അബാക്കസിൽ 1000ൻ്റെ സ്ഥാനത്ത് ഒരു മുത്ത് ചേർത്താൽ മാത്രം മതി. ഇവിടെ അബാക്കസിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നും അബാക്കസുമായി ബന്ധപ്പെട്ട പല മാതൃകാ ചോദ്യങ്ങളും നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ കാണാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ലിങ്ക് ചോദിച്ചാൽ ലിങ്ക് അയച്ചു തരുന്നതാണ്. ഇനി അടുത്ത ചോദ്യം, രാജുവിൻ്റെ കാറിൻ്റെ നമ്പർ കണ്ടെത്താൻ സഹായിക്കാമോ? 4000-നും 5000-നും ഇടയ്ക്കാണ്. 1000ൻ്റെ സ്ഥാനത്തുള്ള നമ്പറിൻ്റെ ഇരട്ടിയാണ് ഒറ്റയുടെ സ്ഥാനത്തുള്ള നമ്പർ. അക്കങ്ങളുടെ തുക 19 ആണ്. 10ൻ്റെ സ്ഥാനത്തുള്ള നമ്പർ 1000ൻ്റെ സ്ഥാനത്തെ നമ്പറിൻ്റെ പകുതിയാണ്. നിങ്ങൾക്കിവിടെ താഴെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമുക്ക് അതൊക്കെ ഏതാണ് ശരിയെന്ന് പരിശോധിക്കാം. ആദ്യത്തെ 4258 ആണല്ലോ. ആദ്യത്തെ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് 4000ൻ്റെയും 5000ൻ്റെയും ഇടയിലായിരുന്നെന്നാണ്. 4258 എന്നുള്ളത് 4000ൻ്റെയും 5000ൻ്റെയും ഇടയിലാണ്. ഇനി 1000ൻ്റെ സ്ഥാനത്തുള്ള നമ്പറിൻ്റെ ഇരട്ടിയാണ് ഒറ്റയുടെ സ്ഥാനത്തുള്ള നമ്പർ. അതായത് 1000ൻ്റെ സ്ഥാനത്ത് 4 ആണ്, ഒറ്റയുടെ സ്ഥാനത്ത് 8 ആണ്. 4ൻ്റെ ഇരട്ടിയാണല്ലോ 8, അപ്പോൾ അതും ശരിയാണ്. ഇനി അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 19 ആണ് നമുക്ക് കിട്ടേണ്ടത്. 4 കൂട്ടണം 2 കൂട്ടണം 5 കൂട്ടണം 8 എത്രയാണ്? 19 ആണ് കിട്ടുന്നത്. ഇനി അടുത്ത പോയിന്റ് കൂടി കിട്ടുന്നുണ്ടോ നോക്കാം. 10ൻ്റെ സ്ഥാനത്തുള്ള നമ്പർ 1000ൻ്റെ സ്ഥാനത്തെ നമ്പറിൻ്റെ പകുതിയാണ്. 10ൻ്റെ സ്ഥാനത്തുള്ളത് 5 ആണ്. അത് 1000ൻ്റെ സ്ഥാനത്തുള്ളത് 4 ആണ്. 4ൻ്റെ പകുതിയാണോ 5? അല്ല. സോ ഇവിടെ ഓപ്ഷൻ എ തെറ്റാണ്. ഈ 4 പോയിന്റ്സും ഇവിടെ ശരിയാവുന്നില്ല. 4ാമത്തെ പോയിന്റ് ഇവിടേക്ക് ചേരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ തെറ്റാണ്. ഇനി നമുക്ക് ഇതേപോലെ ബി നോക്കാം. 4528 എന്നാണ് സംഖ്യ തന്നിട്ടുള്ളത്. ഇവിടെ ഇതെന്ന് പറയുന്നതും 4000ൻ്റെയും 5000ൻ്റെയും ഇടയ്ക്കാണ്. ഇനി 1000ൻ്റെ സ്ഥാനത്തുള്ള സംഖ്യയുടെ ഇരട്ടിയാണോ ഒറ്റയുടെ സ്ഥാനത്തുള്ളതെന്ന് നോക്കാം. അതെ, 4ൻ്റെ ഇരട്ടിയാണ് 8. സോ അതും ശരിയാണ്. ഇനി അടുത്തത് അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 19 ആണെന്നായിരുന്നു. ഇവിടെ 4 കൂട്ടണം 5 കൂട്ടണം 2 കൂട്ടണം 8 നമുക്ക് 19 ആണോ കിട്ടുന്നത്? അതെ, 19 ആണ് കിട്ടുന്നത്. ഇനി 10ൻ്റെ സ്ഥാനത്തുള്ള നമ്പർ
1000ൻ്റെ സ്ഥാനത്തെ നമ്പറിൻ്റെ പകുതിയാണ്. ഇവിടെ 10ൻ്റെ സ്ഥാനത്തുള്ളത് 2 ആണ്. ഇത് 1000ൻ്റെ സ്ഥാനത്തുള്ളത് 4 ആണ്. അതിൻ്റെ പകുതിയാണോ 2? അതെ, ശരിയാണ്. സോ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. ഈ തന്നിട്ടുള്ള 4 പോയിന്റ്സും ഈ ബിയോട് യോജിക്കുന്നതാണ്. സോ എങ്ങനെയാണ് നമ്മൾ ഉത്തരം കണ്ടെത്തിയതെന്ന് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കണേ. അടുത്ത ചോദ്യം, 1 മുതൽ 100 വരെ എഴുതിയാൽ അതിൽ എത്ര പൂജ്യങ്ങൾ ഉണ്ട്? 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ 0 വരുന്നവ നോക്കാം. 10, 20, 30, 40, 50, 60, 70, 80, 90. ഇവിടെ 9 സംഖ്യകളാണ് നമുക്ക് കിട്ടുന്നത്. ഓരോന്നിലും 1 പൂജ്യം വീതമാണ് വരുന്നത്. അതായത് 9 പൂജ്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി 100 വരെയാണല്ലോ ചോദിച്ചത്. 100ൽ എത്ര പൂജ്യങ്ങളുണ്ട്? 2 പൂജ്യങ്ങളുണ്ട്. അതായത് നേരത്തെ നമുക്ക് കിട്ടിയ 9ഉം 2ഉം കൂട്ടിയാൽ 11 സോ 1 മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ 11 പൂജ്യങ്ങളുണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 11. ഗണിതം വിഷയം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് പരിസര പഠനം വിഷയത്തിലെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഒന്നാമത്തേത്, മത്സ്യത്തിൻ്റെ ശ്വസനാവയവം ചെകിളപ്പൂക്കളാണ്. ഈ പ്രസ്താവന ശരിയാണ്. മത്സ്യം ശ്വസിക്കുന്നത് ചെകിളപ്പൂക്കൾ, ഗിൽസ് എന്ന് പറയുമല്ലേ, അത് ഉപയോഗിച്ചിട്ടാണ്. രണ്ടാമത്തെ പ്രസ്താവന, വനനശീകരണം മൂലം മഴയുടെ അളവിൽ കുറവ് വരുന്നു. അത് ഈ ഒരു പ്രസ്താവനയും ശരിയാണ്. മരങ്ങൾ കുറയുമ്പോൾ മഴയും കുറയും. ഇനി അടുത്തത് സി, ജീവനുള്ളവ ജീവനില്ലാത്തവയെ ആശ്രയിക്കുന്നു. അതെ, ഈ പ്രസ്താവനയും ശരിയാണ്. ജീവികൾക്ക് വെള്ളം, വായു, മണ്ണ് എന്നിവ പോലത്തെ ജീവനില്ലാത്ത വസ്തുക്കൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്താവനയും ശരിയാണെന്ന് പറയാം. ഇനി നാലാമത്തെ പ്രസ്താവനയാണ്, കുന്നിടിക്കൽ ഒരു പ്രകൃതി ദുരന്തമാണ്. കുന്നിടിക്കുക എന്ന് പറയുന്നത് ഒരു പ്രകൃതി ദുരന്തമല്ല, മറിച്ച് അത് മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നമ്മളോട് ഇതിൽ ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഉത്തരം എഴുതേണ്ടത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ ശാന്തിവനം, ബി രാജ്ഘട്ട്, സി ചൈതന്യഭൂമി, ഡി ശക്തിസ്ഥാൻ. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം രാജ്ഘട്ട്, ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ഗവർണർ ആര്? ഓപ്ഷൻ എ സരോജിനി നായിഡു, ബി അരുണ അസഫ് അലി, സി റാണി ലക്ഷ്മി ബായി, ഡി ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ. നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ സരോജിനി നായിഡു ആണ്. അവർ ഉത്തർപ്രദേശിൻ്റെ ആദ്യ വനിതാ ഗവർണർ ആയിരുന്നു. ഇനി അടുത്തത് നമുക്ക് 34ാമത്തെ ചോദ്യം, ബംഗാൾ കടുവ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വതന്ത്ര സമര സേനാനി ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ ലാലാ ലജ്പത് റായ്, ബി ബി ആർ അംബേദ്കർ, ഓപ്ഷൻ സി ബിപിൻ ചന്ദ്രപാൽ, ഡി ഗോപാലകൃഷ്ണ ഗോഖലെ. ഇവിടെ നമുക്ക് പരിശോധിക്കാം. ഓപ്ഷൻ എ തന്നിട്ടുള്ളത് ലാലാ ലജ്പത് റായ് ആണ്. അദ്ദേഹം അറിയപ്പെടുന്ന വിശേഷണം പഞ്ചാബ് കേസരി എന്നാണ്. ഇനി ഓപ്ഷൻ ബിയിൽ ബി ആർ അംബേദ്കർ സാമൂഹിക പരിഷ്കർത്താവ്, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയാണ്. ഇനി സി ബിപിൻ ചന്ദ്രപാൽ ആണ് ബംഗാൾ കടുവ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോ നമ്മുടെ ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ബിപിൻ ചന്ദ്രപാൽ ആണ്. അടുത്ത ചോദ്യം, കങ്കാരു എലിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തത്, കവിൾ ഭാഗത്ത് സഞ്ചിയുണ്ട്. അത് ശരിയാണ്. കങ്കാരു എലിക്ക് കവിൾ ഭാഗത്ത് ഭക്ഷണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സഞ്ചിയുണ്ട്. രണ്ടാമത്തത്, പകൽ ഇര തേടുന്നു. കങ്കാരു എലി രാത്രിയിലാണ് സജീവമായിട്ടുള്ളത്. സോ ഈ രണ്ടാമത്തെ പോയിന്റ് തെറ്റാണ്. ഇനി മൂന്നാമത്തത്, ഒട്ടും വെള്ളം കുടിക്കുന്നില്ല. വെള്ളം നേരിട്ട് കുടിക്കാതെ ഭക്ഷണത്തിൽ നിന്നാണ് വെള്ളം ലഭിക്കുന്നത്. സോ മൂന്നാമത്തെ പോയിന്റും ശരിയാണ്. അടുത്തത്, വലിയ ശരീരം.
അല്ല, ഇത് ചെറിയ ശരീരമുള്ള ജീവിയാണ്. സോ ഇവിടെ ശരിയായിട്ടുള്ളത് 1ഉം 3ഉം ശരി എന്നുള്ള ഓപ്ഷനാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് 4 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് തവള മുട്ടയിടുന്ന ജീവിയാണ്. അത് ശരിയാണ്. രണ്ടാമത്തത് തവളയുടെ പിൻകാലുകൾക്ക് നീളം കൂടുതലാണ്. ഇതും ശരിയാണ്. തവളയ്ക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയും. ശരിയാണ്. തവളയ്ക്ക് ചെവിക്കുടയുണ്ട്. ഇല്ല, തെറ്റാണ്. തവളകൾക്ക് ചെവിക്കുടയില്ല. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം 4ാമത്തതാണ്. ഓപ്ഷൻ 4 ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ജീവനില്ലാത്ത ഘടകങ്ങളുടെ കൂട്ടം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ നോക്കാം. പുല്ല്, വായു, ജലം, കല്ല് എന്നാണ്. ഇവിടെ പുല്ലെന്ന് തന്നിട്ടുണ്ട്. പുല്ല് ജീവനുള്ളതാണ് അല്ലേ, വളരുന്നതാണ്. അതുകൊണ്ട് എന്താണ് ഇത് ജീവനില്ലാത്തതിൻ്റെ കൂട്ടമല്ല. ഓപ്ഷൻ എ തെറ്റാണ്. ഓപ്ഷൻ ബി മരം, മണ്ണ്, പാറ, ജലം. ഇവിടെ മരത്തിന് ജീവനുണ്ട്. സോ ബിയും തെറ്റാണ്. അടുത്തത് സി ഇല, മണ്ണിര, വായു, വള്ളിച്ചെടി, മണ്ണിരയൊക്കെ ജീവനുള്ളവയാണ്. ഇതും തെറ്റാണ്. അടുത്ത ഓപ്ഷൻ ഡി സൂര്യപ്രകാശം, ജലം, മണ്ണ്, വായു. ഇത് ജീവനില്ലാത്തതിൻ്റെ കൂട്ടമാണ്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, വാഗൺ ട്രാജഡി ഏതു വർഷമാണ് നടന്നത്? വാഗൺ ട്രാജഡി മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്നതാണ്. തിരൂരിൽ വെച്ച് 1921 നടന്നിട്ടുള്ളത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, കുച്ചിപ്പിടി ഏത് സംസ്ഥാനത്തിൻ്റെ നൃത്തരൂപമാണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര. ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഭാരതീയ പ്രവാസി ദിനം എന്നാണ്? ജനുവരി 9, ജൂൺ 15, ഓഗസ്റ്റ് 9, ഡിസംബർ 5. ഉത്തരം ജനുവരി 9. ഓപ്ഷൻ എ ആണ്. സോ പരിസര പഠനം വിഷയം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അടുത്തത് നമുക്കിനി GK ചോദ്യങ്ങളാവാം. കേരളത്തിലെ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? ഓപ്ഷൻ എ കാസർഗോഡ്, ബി കണ്ണൂർ, സി മലപ്പുറം, ഡി ഇടുക്കി. ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറമാണ്. ഇവിടെ ഇനി ഏറ്റവും കുറവുള്ളതെന്ന് ഏതാണ് ഉത്തരം വരുന്നത്? ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? ഉത്തരം വയനാടാണ് വരുന്നത്. അതും കൂടി ഈ ഒരു ചോദ്യത്തോടൊപ്പം പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, ചമ്പാരൻ സമരം നടന്ന ചമ്പാരൻ എന്ന സ്ഥലം ഏത് സംസ്ഥാനത്തേതാണ്? ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസിൽ കുറച്ചൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓപ്ഷൻസിൽ ശരിയായിട്ടുള്ള ഉത്തരം കൊടുത്തിട്ടില്ല. ശരിയായ ഉത്തരം വരുന്നത് ബീഹാർ ആണ്. ഓക്കെ, ചമ്പാരൻ സത്യാഗ്രഹം മഹാത്മാഗാന്ധിയാണ് നയിച്ചിട്ടുള്ളത്. ഇത് നടന്നത് ബീഹാർ സംസ്ഥാനത്തിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് ഏത് എന്നാണ്? നിങ്ങൾക്കിവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ കുട്ടമ്പുഴ, ബി കമളി, സി വളപട്ടണം, ഡി വെളിനല്ലൂർ. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇത് എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏതാണെന്നാണ്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1942, 1930, 1922, 1932. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ 1942 ആണ്. ഇത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ്. ഡു ഓർ ഡൈ, ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു ഇതിലെ പ്രധാന മുദ്രാവാക്യം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കാട്ടിലെ കർഷകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പക്ഷി ഏത്? ഓപ്ഷൻ എ മൂങ്ങ, ബി മയിൽ, സി മലമുഴക്കി വേയാമ്പൽ, ഡി കഴുകൻ. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി മലമുഴക്കി വേയാമ്പൽ ആണ്. മലമുഴക്കി വേയാമ്പൽ കാടുകളിൽ വിത്തുകൾ പകരുന്ന പക്ഷിയാണ്. പലതരത്തിലുള്ള പഴങ്ങൾ തിന്ന് വിത്തുകൾ ദൂരങ്ങളിൽ വിതറി കാടിൻ്റെ പുതുക്കലിന് സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ കാട്ടിലെ കർഷകൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഏറ്റവും നീളം കൂടിയ വിരലുകൾ ഉള്ള പക്ഷി ഏത്? എ കുളക്കോയി, ബി മീൻകൊത്തി പൊന്മാൻ, സി താമരക്കോയി, ഡി കൊക്ക്. ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി താമരക്കോയി ആണ്.
അടുത്ത ചോദ്യം നോക്കാം. 2025 വയലാർ അവാർഡ് നേടിയ കൃതി ഏത്? ഓപ്ഷൻ എ തപോമയിയുടെ അച്ഛൻ, ബി മീശ, സി ജീവിതം ഒരു പെൻഡുലം, ഡി കാട്ടൂർ കടവ്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ തപോമയിയുടെ അച്ഛൻ എന്നാണ്. അടുത്ത ചോദ്യം, ഗവർണറുടെ വസതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ രാജ്ഭവൻ, ബി ക്ലിഫ് ഹൗസ്, സി ലോക് ഭവൻ, ഡി ഇതൊന്നുമല്ല. ശരിയായ ഉത്തരം ഇതൊന്നുമല്ല എന്നാണ്. മുൻപ് രാജ്ഭവൻ എന്നതായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് ജൻഭവൻ എന്നാണ് അതിൻ്റെ പേര്. ഗവർണറുടെ വസതിയുടെ പേര് അറിയപ്പെടുന്നത് ജൻഭവൻ എന്നാണ്. അടുത്ത ചോദ്യം, നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആര്? ഓപ്ഷൻ എ ദ്രൗപദി മുർമു, ബി APJ അബ്ദുൽ കലാം, സി വി നാരായണൻ, ഡി ആർ ലേക്കർ. ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, സ്കൂൾ വിദ്യാർത്ഥികളുടെ സഹായത്തോടെ കേരളത്തെ ഹരിതവത്കരിക്കാനുള്ള പദ്ധതി. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ കതിർ, ബി പച്ചത്തുരുത്ത്, സി ഗ്രീൻ പീസ്, ഡി എൻ്റെ മരം. ശരിയായിട്ടുള്ള ഉത്തരം എൻ്റെ മരം, ഓപ്ഷൻ ഡി ആണ്. ഇവിടെ നമ്മൾ 50 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യങ്ങളിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.